ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടേക്ക്. എന്തുണ്ടല്ലാടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോം ടൂറാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഹോം ടൂർ ഷിംല ആൻസേഴ്സ് വ്ലോഗിൽ ചെയ്യും, അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാമെന്നൊക്കെ. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ വിചാരിച്ചു എൻ്റെ വീഡിയോസിൽ കൂടുതലും പ്രായമുള്ള ആൾക്കാർ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് കൂടുതലും വീടിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നതും. അപ്പോൾ അവർക്ക് ഞാനിങ്ങനെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഇതിലും കൂടിയിട്ട് കുറച്ച് ഭാഗങ്ങളായിട്ട് കാണിക്കാമെന്നുള്ള കാര്യം. അപ്പോൾ ഈ വീട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. നമ്മൾ താമസിച്ചു കൊണ്ടിരുന്ന വീട് അതിൻ്റെ സെയിം സ്ഥലത്ത്, അതായത് ഒരേ ഫ്ലോട്ടിൽ തന്നെയാണ് അപ്പുറത്തെ വീടും വെച്ചേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കുറേയൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാലും ഫുൾ ലുക്ക് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ പ്രധാനമായിട്ട് എൻ്റെ ഫോണിൻ്റെ ഗുണം നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലേ, എനിക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ, നല്ലപോലെ വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. മുകളിലൊരു ടവർ റൂം കൂടി വരുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇതിൽ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഗ്ലാഡിങ് ചെയ്തേക്കുന്നതും ഒരു നാച്ചുറൽ സ്റ്റോൺ പോലെയുള്ളൊരു സംഭവം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് മാച്ച് ചെയ്താണ് നമ്മൾ സിറ്റ് ഔട്ട് ഇതേമാതിരി ചെയ്തേക്കുന്നത്. കണ്ടോ, ഒരു വലിയ സിറ്റ് ഔട്ടാണേ. നമുക്ക് അത്യാവശ്യം ഒരു കുറച്ച് ആൾക്കാരൊക്കെ വന്നാൽ ഇരിക്കാനൊക്കെ പറ്റുന്ന എനിക്കൊരു വരാന്ത ടൈപ്പ് സിറ്റ് ഔട്ട് വേണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് കെട്ടി ഇങ്ങനെ സോപാനം കെട്ടാതെ സ്റ്റെപ്പിലൊക്കെ വന്നിരിക്കണം ഫ്രീ ആയിട്ട്, അങ്ങനെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആ സിറ്റ് ഔട്ട്. ഇപ്പോൾ വൈകിട്ട് ചായ കുടിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ചെയ്യാനാണെങ്കിലും ഒക്കെ എനിക്ക് ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഉച്ചയ്ക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ, അത്രയും വെയിലാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നിറയെ റബ്ബറും കണ്ടോ, മൊത്തത്തിൽ റബ്ബർ താഴ്ഭാഗത്ത് റബ്ബറും വാഴയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്ര ഡിസ്റ്റൻസിൽ ആ വീട് വെച്ചിട്ടും വെയിലെന്ന് പറയുന്നത് ഉഗ്രം വെയിലാണ്. ആ സൈഡ് ഇങ്ങനെ ഭയങ്കര വെയിലടിച്ചിട്ട് നമുക്ക് സ്റ്റെപ്പിലൊന്നും ചവിട്ടാൻ പറ്റത്തില്ല കേട്ടോ. ഈ സമയത്തൊന്നും അവിടെ കയറാനേ പറ്റില്ല, അങ്ങനെ വെയിലാവും. അപ്പം ഉച്ചയ്ക്കൊന്നും നമുക്ക് ഇറങ്ങിയിരിക്കൽ ചിന്തിക്കാനേ പറ്റില്ല. രാവിലെയും വൈകുന്നേരങ്ങളിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ആ കസേര അടക്കുന്നില്ലേ, അതിൻ്റെ താഴെ വന്നിരുന്ന് ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കുറേശ്ശെയായിട്ട് നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ മിക്ക വീഡിയോയിലും ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഭാഗത്താണ് വന്ന് നിൽക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലാഡിങ്. ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഇതാണ് കേട്ടോ. കൂര കാണിച്ചില്ലേ, ആ സ്ഥലമാണേ. വെയിൽ കാരണം എനിക്ക് മൊത്തത്തിൽ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കണ്ടോ, ആ കൂര റൂം ആണ് മൊത്തത്തിൽ ഗ്ലാഡിങ് ചെയ്തേക്കുന്നത്. സെയിം വെച്ചിട്ട് തന്നെയാണ് ഫില്ലേഴ്സും ഗ്ലാഡിങ് ചെയ്തേക്കുന്നത്. കണ്ടോ, കുറച്ച് വിശാലമായിട്ട് നീളത്തിനാണ് സിറ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ മൊത്തത്തിൽ കറക്കിയിട്ട് സ്റ്റെപ്പും ചെയ്തിട്ടുണ്ട്. കാണാനുള്ള ഭംഗി പോലെ തന്നെ വൃത്തിയാക്കാനും അത്യാവശ്യം കഷ്ടപ്പാടാണ്. ഇൻ്റർലോക്കും കാര്യങ്ങളും ചെയ്തിട്ടില്ല, കാരണം ഇവിടെ മൊത്തത്തിൽ ഇടിച്ച് നിരത്തിയിട്ടില്ല. എന്നാൽ മാത്രമേ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് പതിയെ അകത്തോട്ട് കയറിയാൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡോറ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുവാണ്. കുറേ ജോലികൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്യണം. ബാക്കി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേട്ടോ, പോളിഷ് ചെയ്യണം. ഈ ഫ്രണ്ട് വിൻഡോസും പോളിഷ് ചെയ്യണം. ഇവിടെ കണ്ടോ, ഈ ഇട്ടിരിക്കുന്നത് സിറ്റ് ഔട്ടിലെല്ലാം ടെയിലാണ് കൊടുത്തേക്കുന്നത്. ഗ്ലാഡിങ്ങിന് വേണ്ടിയിട്ട് ഈ തടിയുടെ തന്നെ കളർ, ഒരു മൈക്കയുടെ പോലത്തെ ഒരു കളർ, നമ്മുടെ പഴയ തയ്യൽ മെഷീൻ്റെ പുറം ഭാഗത്തൊരു സാധനം ഒട്ടിച്ചേക്കത്തില്ലേ കൗണ്ടർ ടോപ്പിൽ, അതേപോലത്തെ ഒരു സാധനമാണ് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ അതെനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞ് മാറ്റിയതാണിത്. കാരണം നമ്മൾ ഗ്ലാഡിങ് ചെയ്തേക്കുന്നത് പാറയുടെ പോലൊരു ഷേപ്പ് വെച്ചിട്ടാണ്, പാറയുടെ കളറാണ്. അപ്പോൾ ഒരു ഗ്രേ ഷെയ്ഡ് ഇതിൻ്റെ കൂടെ ചേരുവോളെന്ന് എനിക്ക് തോന്നിയിട്ട്, പിന്നെ എനിക്ക് പണ്ട് മുതലേ ഗ്രേ ഇഷ്ടമാണ് കേട്ടോ. ഗ്രേ ഷെയ്ഡുള്ളത് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് മാറ്റുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തറയിൽ യൂസ് ചെയ്യുന്ന മാറ്റ് ടൈലാണ്, കിച്ചണിലൊക്കെ യൂസ് ചെയ്യത്തില്ലേ, സെയിം സംഭവം വെച്ചിട്ടാണ് ഇവിടെ കംപ്ലീറ്റ് സിറ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഇവിടെയും കണ്ടോ ഇത് വെച്ചിട്ടാട്ടോ ചെയ്തേക്കുന്നത്. ചെയ്തു വന്നപ്പോൾ അത്യാവശ്യം ഭംഗിയുണ്ട്. ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അകത്തോട്ട് പോവാം. അകത്ത് ഓരോരോ കാഴ്ചകളായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ആ ഒരു ചുവരാണ്. അവിടെ 3 പറുകോള സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു റീസൺ ഉണ്ട് കേട്ടോ. മയ്യവാതിൽ എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ. അപ്പം നമ്മൾ
ഫ്രണ്ട് ഡോറിന്ന് നേരെ കാണുന്നത് കിച്ചണാണ്. അതായത് ഹാള് കഴിഞ്ഞിട്ട് നേരെ കാണുന്നത് കിച്ചണാണ്. ആ കിച്ചണിൻ്റെ അവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടി കറക്റ്റായിട്ടാണ് ആ ഒരു വിൻഡോ കൊടുത്തേക്കുന്നത്. അപ്പം അതും ഈ ഒരു ഓപ്പണും എല്ലാം കറക്റ്റായിട്ട് വരാനും പ്ലസ് ഒരു കാരണം അത്. പിന്നെ കിച്ചൺ എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടുള്ളൊരു കിച്ചണാണ് ആദ്യം നമ്മൾ പ്ലാനിലുണ്ടായിരുന്നത്. പിന്നീട് ആ ഓപ്പൺ കിച്ചൺ സിസ്റ്റം നമുക്കങ്ങോട്ട് ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ മാറ്റിയിട്ടാണ് അവിടെ ആ ഒരു 3 പറുകോളം സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് TV യൂണിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. ആ ഒരു ഫുൾ ചവര് അതിന് വേണ്ടിയിട്ടാണ് അവിടെ സ്വിച്ചും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഹോളിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അവിടെ ആയിട്ടൊരു ബെഡ്റൂമുണ്ട്. തൊട്ടപ്പുറത്ത് കാണുന്നത് കോമൺ ടോയ്ലറ്റാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബെഡ്റൂമുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഹോളൊന്ന് കാണാം. ഈ കൊടുത്തിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് പെയിൻ്റാണ്. പക്ഷെ അത് നിങ്ങൾക്ക് വീഡിയോയിൽ മിക്കവാറും വൈറ്റായിട്ട് മാത്രമേ തോന്നുള്ളൂ. ഈ വീട് കംപ്ലീറ്റ് വൈറ്റ് കളറിലാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ചെവര് മാത്രം ഒരു ലൈറ്റ് ഷെയ്ഡാട്ടോ, ഒരു ഭയങ്കര ലൈറ്റ് ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ കോർണർ സെറ്റ് വരുന്നത്. ഞാനത് അല്ലാണ്ട് വീഡിയോ എടുത്തൊന്ന് കാണിച്ചു തരാം കേട്ടോ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ഉണ്ടാകത്തില്ല. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ സെറ്റ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ഏരിയ ഉണ്ട് കേട്ടോ. സെറ്റി ബാക്കിയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇടണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഫുള്ളായിട്ട് ഇടാനുള്ള ഏരിയ ഉണ്ട്. ഈ സെറ്റിയിലും ഒരു കഥയുണ്ട് കേട്ടോ. ഇവിടെ എൻ്റെ ഏതൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ അടുത്തൊരു ഫർണിച്ചർ ഷോപ്പ് ഉദ്ഘാടനം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. GPയും വൈഫും കൂടിയൊക്കെ വന്നിട്ടുള്ള ഒരു ഉദ്ഘാടനമായിരുന്നു. ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതിന് ഷിംലാൻസസ് വ്ലോഗിലാണോ എന്തോ. അപ്പോൾ അവിടെ ഉദ്ഘാടന ദിവസം ഇതുപോലെ ഓഫർ ഉണ്ടായിരുന്നു. സെറ്റിക്കും അലമാര അങ്ങനെ കുറച്ച് സംഭവങ്ങൾക്ക് ഓഫർ ഉണ്ടായിരുന്നു. അതായത് നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഇക്കാടെ മാമ എടുത്തിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു സെറ്റി. പിന്നെ അവരെ ഇങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം റേറ്റ് കുറവിൽ കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു സംഭവം. അതായത് നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിച്ചൊന്നുമല്ല, അന്ന് അവരെടുത്ത് മാറ്റി വെച്ചിരുന്നതിൽ ഒരു കളർ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് മാച്ച് ചെയ്ത് അങ്ങനെ ഒന്നും എടുത്തത് അല്ല എന്നാണ് പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റിയാണ് ആദ്യം വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളറൊന്ന് മാച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ബാക്കിൽ ഈ കളർ അടിച്ചത്. പക്ഷേ വീഡിയോയിൽ വൈറ്റായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ. പെയിൻറ്റിങ്ങിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് വരിയും കുറിയും കുത്തും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ പെയിൻറ്റില്ലേ, അങ്ങനെ ചെയ്യണം എന്നായിരുന്നു. പക്ഷേ സമയത്ത് നമ്മളിങ്ങനെ ഓടിപ്പിടച്ച് ചെയ്ത് തീർത്താണ് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അതൊന്നും ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ചെയ്യണം. അതുപോലെ കർട്ടൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ്ങാണ്. ഇനി നമുക്ക് ഇവിടെ ഇരുന്ന് കഥ പറയേണ്ട, ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. വെട്ടം അടിക്കുന്നുണ്ടാട്ടോ, കണ്ടോ? കയറി വരുന്നതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് സെറ്റ് ഇട്ടേക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ആ ഒരു ടോയ്ലറ്റ് പ്ലസ് ആ റൂം ഞാൻ കാണിക്കാം. പിന്നെ ഓപ്പോസിറ്റ് ഒരു റൂമുണ്ട് കേട്ടോ. അവിടെ ഇക്കാടെ വാപ്പുണ്ട്, അത് കിടക്കുവാണ്, ഡിസ്റ്റർബ് ചെയ്യണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്, ഡൈനിങ് ഏരിയ. അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ചെയ്ത് ഒരു L ഷേപ്പാണ് കേട്ടോ. മൊത്തത്തിൽ കണ്ടോ, ഒരു L ഷേപ്പാണ് വരുന്നത്. അവിടെ ഹോളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ചെയ്തേക്കുന്നത്. ഭയങ്കര വെട്ടമാണ്. ആ ഒരു കർട്ടൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവിടെ നിന്നുള്ള വെട്ടം ഡയറക്റ്റ് വരും. സ്റ്റെയർ കേസ് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ആ ഒരു കൈവരി ചെയ്തിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി ചെയ്ത് തീർക്കാനുള്ള ഒരു വർക്ക് ഇതാണ്, ഇതിൻ്റെ കൈവരി. പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ കൊടുത്തേക്കുന്നത് കേട്ടോ. ഒരു പാനൽ ചെയ്തിട്ട് ഡോറും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഷിംലാൻസസ് വ്ലോഗിൽ ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ലുക്ക്. ഓക്കെ, ഒരു ഭാഗത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. നേരത്തെ നമ്മൾ കണ്ടില്ലേ ആ കൂര റൂം, അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതായത് ഡോറ് കയറിയിട്ട് വരുന്ന ഈ സൈഡിലോട്ടാണ് ആയിട്ടാണ് വരുന്നത്. അതും കൂടിയിട്ട് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലോകം എന്ന് പറയുന്നത് ഈ ഒരു റൂമാണ് കേട്ടോ. എൻ്റെ ഒരു സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം.
നമ്മൾ മുന്നേ ഈ റൂമിൻ്റെ അകത്ത് വെച്ചിട്ട് കുറേ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ ബാത്റൂമിൻ്റെ ഡോറൊക്കെ ആ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അന്ന് മുതലേ എൻ്റെ പ്ലാനിങ്ങിലുണ്ടായിരുന്നതാണ് ഇതേപോലെ ഒരു ചുവര് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം, കംപ്ലീറ്റ് കളർ കോമ്പിനേഷനിൽ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നത്. ഇൻറ്റീരിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ, നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയാണെങ്കിലും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാ. നോക്കട്ടെ, ഈ ഒരു സൈഡിലായിട്ട് വാർഡ്രോബ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുവാണ്. ഇൻഷാ അല്ലാ ഒക്കെ ചെയ്യണം. ഡ്രസ്സും പിന്നെ എനിക്ക് എൻ്റേതായ ഒരു ഏരിയ ഈ വീട്ടിൽ ഇപ്പോൾ ഇല്ല കേട്ടോ. കാരണം എൻ്റെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വെക്കാനും അതൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം, ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വീട്ടിലില്ല. കാരണം റൂമുകളിലൊന്നും നമുക്കത് ഇപ്പോൾ മിഷ്യനാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാധനങ്ങളാണെങ്കിലും റൂമിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അതിനായിട്ടൊരു സ്പേസ് മുകളിലെങ്ങാനും സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യം അല്ല എന്ന് പറയാം. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നൊരു കളറേ അല്ല കേട്ടോ ബേക്കിൽ ഉള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഈ വീട്ടിൽ പാലുകാച്ചിനൊക്കെ വന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റൂം ഇതായിരുന്നു കേട്ടോ. കളർ കോമ്പിനേഷനും നമ്മൾ ചുവരിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കുന്ന കളറ്, നമ്മുടെ കർട്ടൻ, അതുപോലെ കട്ടിലുള്ളത് എല്ലാം ഏതാണ്ട് ഒരേ കളറ് ആണ്. അപ്പോൾ അത് കാണാനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്റൂം. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോന്നിങ്ങനെ ചെയ്തേക്കുന്ന സംഭവം. ഇതൊക്കെ ഇക്ക പ്ലെയിനായിട്ട് ഇടാം അല്ലെങ്കിൽ വൈറ്റ് അടിക്കാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ എൻ്റെ നിർബന്ധത്തിനാണ് ഈ ഒരു ചുവരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഹോളിലും കൂടി ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു. റൈഹുനും അന്നുവിനും ഒക്കെ അവരുടെ റൂം ഇതേപോലെ ആക്കി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്ത് തീർക്കണം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. എല്ലാം പഠിച്ചോൻ സാധിച്ചു തരട്ടെ അല്ലേ. ഇതുവരെയൊക്കെ എത്തിയത് തന്നെ അൽഹംദുലില്ലാ വലിയ കാര്യം. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തൊരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. നിങ്ങൾ പല വീഡിയോകളിലും ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈ ഒരു ഡോറ് കണ്ടിട്ടുണ്ടാവും. ഇതാണ് എൻ്റെ ബാത്റൂമിൻ്റെ ഡോറ്. ഈ ഒരു ബാത്റൂമിനും ചെറിയൊരു കഥ പറയാനുണ്ട്. ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ഞാൻ കുറേ തപ്പി നടന്ന് കണ്ടുപിടിച്ചാണ് കേട്ടോ. എനിക്കൊരു വൈറ്റ് കളർ ബാത്റൂം അല്ലെങ്കിൽ അതിന് ഒരു ബ്ലൂ കോമ്പിനേഷനായിട്ടുള്ള ഒരു ടൈല് വേണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും ഇക്കായും കൂടി ആദ്യം കൊട്ടിയത്ത് പോയി നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു ടൈലാണ് കേട്ടോ ഈ ഒരു വൈറ്റ്. അപ്പോൾ അത് എടുക്കണം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ചതാണ് കേട്ടോ, തറയിടാൻ വേണ്ടിയിട്ട് വൈറ്റ് ആയതുകൊണ്ട്. പിന്നെ ഞാൻ അത് തന്നെ എനിക്ക് ബാത്റൂമിൽ മതി എന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടുത്തുനിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഈ ടോയ്ലറ്റ്. അപ്പം നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റും കണ്ടു. ഇനി നമുക്ക് അന്നമ്മേൻ്റെ റൂമും അതിൻ്റെ കോമൺ ടോയ്ലറ്റും കാണിച്ചു തരാം. മറ്റേ റൂം കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത്. രണ്ട് റൂമിൻ്റെയും സെൻറ്ററിലായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. ഈ ഒരു ബാത്റൂമിൻ്റെ ഡോറ്, അതിൻ്റെ ഫിറ്റിങ്സ്, പിന്നെന്താണ് ടൈല് ഒക്കെ ഇക്കയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഈ വീട്ടിൽ ഒരു ബാത്റൂം ഞാൻ എൻ്റെ രീതിക്ക് അനുസരിച്ചിട്ടും ഒന്ന് ഇക്കയുടെ രീതിക്ക് അനുസരിച്ചിട്ടും ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ ടൈല് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വീട്ടിൽ ഫ്ലോർ ചെയ്തേക്കുന്ന സെയിം ടൈല് വെച്ചിട്ടാണ് ഈ ഒരു ടോയ്ലറ്റിൻ്റെ ചുവര് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറേ പോയിട്ട് തപ്പി നടന്ന് ഇക്ക കുറേ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കിയിട്ട് അവസാനം റാൻഡംലി ഇങ്ങനെ സെലക്ട് ചെയ്തതാണ്. എനിക്ക് തറയിലിടുന്ന ടൈല് തന്നെ മതി, അതിന് ഏതെങ്കിലും ഒരു കളർ കോമ്പിനേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു വാഷ് ബേസിനും ഇതിലെ ഈ ഒരു പൈപ്പ് മാത്രമാണ് കേട്ടോ ഞാനിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത്. ഈ ബാത്റൂമുകളിലെ ഫിറ്റിങ്സുകളെല്ലാം മിറർ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് കോമൺ ടോയ്ലറ്റ്. ഈ സൈഡിലായിട്ട് വരുന്നതാണ് അന്നൂസിൻ്റെ റൂം. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ബെഡ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ചുവര് മാത്രം ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി കർട്ടൻ സെറ്റ് ചെയ്യണം. പെയിൻറ്റിങ്ങിൻ്റെ ബാക്കി പരിപാടിയുണ്ട്. എൻ്റെ റൂമിൽ ചെയ്തേക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു ഡിസൈനോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അവരെ സ്റ്റഡി ടേബിൾ കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടേക്കുവാണ്. ഓപ്പോസിറ്റ് റൂം ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി ഈ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കിച്ചൺ. എല്ലാ വീട്ടിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് തന്നെ ആയിരിക്കുമല്ലോ കിച്ചൺ. അപ്പോൾ ഇനി നമുക്ക് കിച്ചണും കൂടെ കണ്ടാലോ. ഡൈനിങ്ങിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് കേട്ടോ കിച്ചൺ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഓപ്പൺ കിച്ചൺ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കുറച്ച് അതിനെ മാറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയപ്പോൾ ഒരു വലിയ സ്പേസ് ആയിട്ടാണ് നമുക്ക് ഡോറിൻ്റെ അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ സെപ്പറേറ്റ് വർക്ക് ഏരിയയും സ്റ്റോർ റൂമും ചെയ്തിട്ടില്ല.
അതുകൊണ്ട് തന്നെ കുറച്ചധികം കബോർഡ്സിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ മുകൾ തട്ടിലോട്ട് കബോർഡ് ചെയ്തതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ, കാരണം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ എടുത്ത് വെക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ലാത്ത ഒരാളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫൈനലി ഞാൻ എൻ്റെ കിച്ചണിലാണ് നിൽക്കുന്നത്. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കിച്ചൺ കബോർഡും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടേ ഇങ്ങോട്ടേക്ക് മാറാവുള്ളൂ എന്ന് എനിക്ക് കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്കത് പിന്നെ ചെയ്യാം, കാരണം എടിപിടിയെന്നായിരുന്നു പാല് കാച്ചി നടത്തേണ്ടി വന്നത്. അനിയൻ്റെ കല്യാണത്തിന് മുമ്പ് കയറണം എന്ന ആഗ്രഹം ഒറ്റ വാശിയിലാണ് ഞാനത് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് കബോർഡ് ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചിരി സമയം വേണം പിന്നെ നോക്കാമെന്ന്. അൽഹംദുലില്ലാ ഈ ഒരു കബോർഡും കാര്യങ്ങളും ഒക്കെ ഞാൻ എൻ്റെ വരുമാനത്തിൽ നിന്ന് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇക്കായെ ബുദ്ധിമുട്ടിക്കാണ്ട് ഞാൻ ചെയ്തതാണ് നമ്മുടെ ഈ കബോർഡ്. പിന്നെ അവിടെ ഒരു ഇത് കണ്ടില്ലേ നിങ്ങൾ, വാഷ് ഏരിയ, ആ ഒരു സംഭവമൊക്കെ ഞാനായിട്ട് ചെയ്തതാണ് കേട്ടോ. അതുപോലെ കുറേ കാര്യങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ പണിയായിട്ട് റിലേറ്റ് ചെയ്ത് തുടക്കം മുതലേ. അപ്പോൾ അതിനൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ ഹെയർ ആക്സസറീസിൻ്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ. കുറേ പേർക്കും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും, ഇതൊക്കെ സെറ്റ് ആവോ ഇല്ലേ എന്നൊക്കെയുള്ള കാര്യം. ഉറപ്പായിട്ടും നമ്മൾ വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ കണ്ടില്ലേ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ കിച്ചണിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ പാനലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് റേറ്റ് ഉണ്ട്. അപ്പോൾ ഊഹിക്കാമല്ലോ അത്യാവശ്യം ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അത്രയും വരുമാനം നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സന്തോഷം. ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ കിച്ചൺ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിലെനിക്ക് കുറച്ച് വിഷമമുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കളറ് അതൊരു വലിയ കാര്യമല്ല, എന്നാൽ ആദ്യം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഈ ഒരു കളർ ആയിരുന്നില്ല ഞാനിതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ കയ്യിൽ കറക്റ്റ് ഒരു റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കിച്ചണിൻ്റെ മോഡലും കളറും ഒക്കെ. അപ്പോൾ അതിന് കുറേ നോക്കി ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഒരു കളർ കിട്ടുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ചെയ്യുകയും വേണമായിരുന്നു. അപ്പം ഇക്കാടെ ഒരു ഫ്രണ്ട്ക്കൊക്കെ നല്ലോണം അറിയാവുന്നൊരു ഇടത്തു നിന്ന് തന്നെയാണ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു കളർ നമുക്കങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അപ്പോൾ ഫൈനലി ഏതെങ്കിലും ഒരു കളർ എടുക്കുക എന്നുള്ളൊരു രീതിയിലോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു കളറ്. സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു ആൽബം പോലത്തെ ഒരു സംഭവം അവർ കാണിച്ചു തരാം. അതായത് ഈ ഒരു ബോർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചെറിയൊരു പീസ്. അതിൽ നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടോ, അതിൽ ഇട്ട് വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊന്നും മനസ്സിലാവത്തില്ല. ഇട്ടിട്ടുള്ളൊരു ഫോട്ടോയും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. ഇട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമായി. ഞാൻ ഈ ഒരു കളറായിരുന്നില്ല ഉദ്ദേശിച്ചത്. എനിക്ക് തീരെയും ഇഷ്ടമില്ലാത്ത ഒരു കളറും കൂടിയാണ് കേട്ടോ ഇത്. പക്ഷേ 2-3 ദിവസമായിട്ട് ഞാൻ സെറ്റായി കേട്ടോ. എനിക്ക് അതൊരു വിഷയമേ അല്ലാണ്ടായി മാറി. ഇപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് എൻ്റെ കിച്ചൺ. കാരണം ആ ഒരു ഗ്ലാസ് ഡോറും ഇതും എല്ലാം കൂടി വന്നപ്പോൾ അടിപൊളിയായി കേട്ടോ. എനിക്കിപ്പോൾ ഇഷ്ടമാണ്. ഏത് കാര്യം അങ്ങനെയാണല്ലോ, നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നിയാലും പിന്നീട് പോകെ നമ്മളതൊക്കെ മറക്കും. അപ്പോൾ അങ്ങനെ ഇതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ, ഈ ഒരു കളറിനെ ഒന്ന് ഡിം ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. മുകളിൽ വൈറ്റ് കളർ പെയിൻ്റ് ആണല്ലോ, ആ പെയിൻ്റൊക്കെ മാറ്റിയിട്ട് ഒന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആദ്യം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഓക്കെ പോട്ടെ, സാരമില്ല, ഇത് മതി എന്ന് വിചാരിച്ചു കേട്ടോ. കറണ്ട് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് കറണ്ട് വന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് വീഡിയോയിൽ കാണാൻ പറ്റും. എൻ്റെ ഫോണും കൂടി ഇൻഷാ അല്ലാഹ് ഒന്ന് മാറ്റണം, എന്നാലേ വീഡിയോസിന് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഇനി ഇല്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് പുറത്തൊരു വർക്ക് ഏരിയ വേണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ അടുപ്പില്ല, എല്ലാം ഗ്യാസിലാണ്. അപ്പുറത്ത് അടുപ്പുണ്ട്, അപ്പുറത്തോട്ട് പോയിട്ട് വേവിച്ച് ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയാണ് ഗ്യാസിലാണ് ചോറ് വയ്ക്കലും അല്ലെങ്കിൽ റൈസ് കുക്കറിലോട്ടൊക്കെ മാറ്റി അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത് വർക്ക് ഏരിയ കിട്ടുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അത് ചെയ്യണം. അപ്പോൾ ഇവിടെ കുറച്ച് വർക്കുകൾ പെയിൻറ്റിംഗ് ആണ്, മനസ്സിലായല്ലോ. കുറച്ച് ഇൻറ്റീരിയേഴ്സ് ചെയ്യാനുണ്ട്, ഇതുപോലെ വർക്ക് ഏരിയ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്നാലും ബാക്കിയൊക്കെ അൽഹംദുലില്ലാ നമ്മൾ വിചാരിച്ച പോലെ സെറ്റായിട്ടുണ്ട്. കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു വീട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്രയൊക്കെ ടൈം എടുത്താലും നമ്മളൊരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് സെറ്റാക്കാൻ നമുക്ക് പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ വീട് ഫുള്ള് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.